2 മാസം 61 ദിവസം 1464 മണിക്കൂറുകൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഫോണിൽ, സോഷ്യൽ മീഡിയയിൽ, റീൽസുകളിൽ, അല്ലെങ്കിൽ പാടത്തും പറമ്പിലും വെറുതെ കളയാൻ പോവുകയാണോ? കഴിഞ്ഞ സമയങ്ങൾ തിരിച്ചു കിട്ടില്ല. ഇപ്പോൾ സ്വസ്ഥമായി റിലാക്സായി നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള വഴി വെട്ടാനുള്ള സമയമാണ്. ഈ സമ്മർ വെക്കേഷനിൽ നിങ്ങളെ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാൻ, പോസിറ്റീവ് ആക്കാൻ, സക്സസ്ഫുൾ ആക്കാനുള്ള 10 വഴികളാണ് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ അത് വീഡിയോയുടെ അവസാനമാണ് പറയുന്നത്. സോ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ഇതിൽ ഫണ്ണായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. സോ ലെറ്റ്സ് ഡു ഇറ്റ്. നമ്പർ 1, ബിക്കം എ കോണ്ടൻറ്റ് ക്രിയേറ്റർ. നിങ്ങൾക്ക് എന്തെങ്കിലും ടാലൻ്റ് ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ, ഷോക്കേസ് ചെയ്യാൻ ഇന്ന് വളരെ സിമ്പിളാണ്. നമുക്ക് കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് ആവാം. അതിന് നമുക്ക് യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങി നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻ്റ് ആയ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കാം. ഇതിലൂടെ നിങ്ങളുടെ സ്കിൽസും ടാലൻറ്റും ഇമ്പ്രൂവ് ചെയ്യാനും കഴിയും. നിങ്ങൾ കൂടുതൽ കോണ്ടൻറ്റ് ക്രിയേഷനിൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഇൻകം ഉണ്ടാക്കിയെടുക്കാനും കഴിയും. നമ്പർ 2, വർക്ക് ഓൺ ടൈം മാനേജ്മെൻറ്റ്. ഈ 2 മാസം പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാനില്ലാത്ത 2 മാസം വളരെ ബോറടിക്കാതെ ഈ സമയം പ്രൊഡക്റ്റീവായി കൊണ്ട് നടക്കണമെങ്കിൽ ഇന്ന കാര്യങ്ങൾ ഇന്ന സമയം കൊണ്ട് ചെയ്ത് തീർക്കണം, ഇതെല്ലാം ഫോളോ ചെയ്യണം എന്നിങ്ങനെ കൃത്യമായിട്ടൊരു പ്ലാൻ വേണം. സോ ബുള്ളറ്റ് ജേർണൽ എഴുതി തുടങ്ങുക. ബേസിക്കലി മന്ത്ലി പ്ലാനിംഗ് ആണിത്. ഒരു ബുക്ക് ബുള്ളറ്റ് ജേർണലിങ്ങിന് എടുക്കുക, ഏപ്രിലെ കലണ്ടർ വരയ്ക്കുക, ഈ മാസം പ്രത്യേകിച്ച് എന്തൊക്കെ ചെയ്ത് തീർക്കാനുണ്ടെന്ന് പ്ലാൻ ചെയ്ത് ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക. ഓരോ ദിവസം ഉറങ്ങുന്നതിന് മുമ്പ് ഇന്ന് എങ്ങനെയായിരുന്നു ഇമോഷൻസ് ട്രാക്ക് ചെയ്യാം. പുതിയതായി തുടങ്ങിയ ഹാബിറ്റ്സ് ഏതൊക്കെ ദിവസം ഫോളോ ചെയ്യാൻ പറ്റി, ഹാബിറ്റ്സ് ട്രാക്ക് ചെയ്യാം. സ്ലീപ്പ്, വാട്ടർ ഇൻടേക്ക് എല്ലാം ട്രാക്ക് ചെയ്യാം. അതുപോലെ ഈ മാസത്തെ ഒരു വിഷ് ലിസ്റ്റ് തയ്യാറാക്കാം. ഈ മാസം നമ്മൾ അച്ചീവ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. ഈ മാസം എത്ര ബഡ്ജറ്റ് ഉണ്ട്, എത്ര സ്പെൻഡ് ചെയ്തു, എത്ര സേവ് ചെയ്തു എന്നൊക്കെ മനസ്സിലാക്കാം. കൂടുതൽ ബുള്ളറ്റ് ജേർണലിനെ കുറിച്ച് അറിയണമെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി. അല്ലെങ്കിൽ ബുള്ളറ്റ് ജേർണലിനെ കുറിച്ച് മാത്രം ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം. നമ്പർ 3, ഇംപ്രൂവ് യുവർ സ്കിൽസ്. പഠിത്തത്തിനിടയിൽ, ജോലിയുടെ ഇടയിൽ, എക്സാമിൻ്റെ ഇടയിൽ, ഈ തിരക്കിനൊക്കെ ഇടയിൽ നമ്മുടെ ഇഷ്ടങ്ങൾ, ഇൻട്രസ്റ്റുകൾ നമ്മൾ മനഃപൂർവ്വം മാറ്റി നിർത്തിയിട്ടില്ലേ, അതൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കുക. ഡ്രോയിങ്, മ്യൂസിക്, ഡാൻസിങ്, ഫോട്ടോഗ്രാഫി, റൈറ്റിംഗ്, അത്തരത്തിലുള്ള നിങ്ങളുടെ സ്കിൽസൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള വഴികളും സമയവും കണ്ടെത്തുക. നമ്പർ 4, ഡു മെഡിറ്റേഷൻ. നമ്മുടെ ബിസി ഷെഡ്യൂളിൽ നിന്ന് നമുക്കൊരു ബ്രേക്ക് വേണം. ഇറ്റ് ഈസ് എ ടൈം ടു ടേക്ക് എ ബ്രേക്ക്. യോഗ, മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾനെസ്, അഫർമേഷൻസ്, അത്തരത്തിൽ മെൻ്റലി സ്ട്രോങ് ആക്കുന്ന കാര്യങ്ങളിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെഡിറ്റേഷൻസ് ഉണ്ട്. അതിൽ നിങ്ങൾ കൂടുതലും കൺവീനിയൻ്റ് ആയ ഒരു സ്റ്റൈൽ തിരഞ്ഞെടുക്കുക. മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനാണ് നമ്മൾ കൂടുതൽ കേട്ടിട്ടുണ്ടായിരിക്കുക. ബ്രീത്ത് കൺട്രോൾ ചെയ്ത് മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റൈലാണിത്. ഇതല്ലാതെ മെറ്റാ മെഡിറ്റേഷൻ, ട്രാൻസ്ഡെൻഡൽ മെഡിറ്റേഷൻ, ഗൈഡഡ് മെഡിറ്റേഷൻ, വാക്കിംഗ് മെഡിറ്റേഷൻ തുടങ്ങി കുറച്ച് മെഡിറ്റേഷൻ സ്റ്റൈൽസ് ഉണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും നല്ലൊരു കൺവീനിയൻ്റ് ആയ മെഡിറ്റേഷൻ സ്റ്റൈൽ തിരഞ്ഞെടുത്ത് അതിൽ കൺസിസ്റ്റൻ്റ് ആയി തുടരുക. നമ്പർ 5, റീഡ് എനി 5 സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ബുക്സ്. നിങ്ങളുടെ സെൽഫ് ഇംപ്രൂവ് ചെയ്യാൻ കഴിയുന്ന ഏതെങ്കിലും 5 പുസ്തകങ്ങൾ ഈ 2 മാസത്തിനുള്ളിൽ വായിച്ചു തീർക്കണം. ഞാനൊരു 5 ബുക്സ് റെക്കമെൻഡ് ചെയ്യാം. നമ്പർ 1, അറ്റോമിക് ഹാബിറ്റ്സ് ബൈ ജെയിംസ് ക്ലിയർ. നമ്പർ 2, 5 AM ക്ലബ് ബൈ റോബിൻ ഷാംസ്. നമ്പർ 3, ഈറ്റ് ദാറ്റ് ഫ്രോഗ് ബൈ ബ്രിയാൻ ട്രേസി. ഇതൊക്കെ ഇംഗ്ലീഷ് ബുക്സാണ്. ഇതിൻ്റെയൊക്കെ ഓഡിയോ വേർഷൻസ് മലയാളത്തിൽ കുക്ക് FM നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ മലയാളത്തിലുള്ള 2 ബുക്കുകൾ അറിയാം. ശ്രീകുമാറിൻ്റെ വെല്ലുവിളികളെ അതിജീവിക്കുക, അതുപോലെ ഒരുപാട് മോട്ടിവേഷൻ സ്റ്റോറീസ് ഉൾപ്പെടുന്ന ഗോപിനാഥ് മുതുകാടിൻ്റെ പ്രേരണ എന്ന് പറയുന്ന മലയാളം ബുക്സും നിങ്ങൾക്ക് വായിക്കാം. നമ്പർ 6, സ്റ്റാർട്ട് എ ഫിറ്റ്നസ് റൊട്ടീൻ. ഫിറ്റ്നസ് റൊട്ടീന്, എക്സസൈസ്, സെൽഫ് കെയർ എന്ന് പറയുന്നത് നമ്മുടെ യൗവനം, യുവത്വം ഇതൊക്കെ നഷ്ടപ്പെട്ട ശേഷം തുടങ്ങേണ്ട ഒന്നല്ല. ടീനേജ് മുതൽ നമ്മൾ ഫിസിക്കലി സ്ട്രോങ് ആൻഡ് ഹെൽത്തി ആണെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് ഏത് പ്രായത്തിലും നിങ്ങളത് ഡിഫറെൻ്റ് ആക്കും. സോ ഫിറ്റ്നസ് റൊട്ടീന് ഈ സമയത്തെ നിങ്ങൾ തുടങ്ങുക. സോ കുറച്ച് കഴിഞ്ഞ് ഒരു ബിസി ഷെഡ്യൂൾഡ് ലൈഫിലേക്ക് മാറിയാലും നിങ്ങൾക്കത് സിമ്പിളായിട്ട് ഫോളോ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇപ്പോഴേ തുടങ്ങി വയ്ക്കുക. നമ്പർ 7, ലേൺ എ ന്യൂ ലാംഗ്വേജ്. ഇതിലെന്തിരിക്കുന്നെന്ന് നിങ്ങളിപ്പോൾ ചിന്തിച്ചേക്കാം. പക്ഷേ കാര്യത്തോടെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഇപ്പോൾ അധികം ആളുകളും ലണ്ടൻ, ജോർജിയ, ഓസ്ട്രേലിയ അങ്ങനെയുള്ള വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കുന്നവരാണ്. ഇങ്ങനെയുള്ള ഭൂരിഭാഗ രാജ്യങ്ങളിലേക്കും എൻട്രൻസ് എക്സാമുകൾ പാസ്സായാലാണ് പോകാൻ കഴിയുക എന്ന് നിങ്ങൾക്കറിയില്ലേ. ആ എക്സാമുകളിൽ 70% അവർ ഫോക്കസ് ചെയ്യുന്നത് അവരുടെ കൺട്രി ലാംഗ്വേജിലുള്ള നോളജ് തന്നെയാണ്. സോ നിങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പഠിക്കാനോ ജോലിക്കോ പോകാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് ഇപ്പോഴേ പഠിക്കാൻ തുടങ്ങുക. ഡുവലിംഗോ പോലുള്ള ഫ്രീ ആപ്പുകൾ വഴി ക്യാഷ് കയ്യൊന്നും മുടക്കാതെ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങാം. പയ്യെ തിന്നാൽ പനിയും തിന്നാൽ എന്നല്ല. നമ്പർ 8, സ്റ്റാർട്ട് എ സ്മോൾ ഇൻകം. നിങ്ങൾക്ക് ഈ ഫ്രീ ടൈമിൽ ക്രിയേറ്റീവായി എന്തെങ്കിലും ഒരു സ്മോൾ ബിസിനസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതെന്താണെന്ന് നിങ്ങളിരുന്ന് ആലോചിച്ച് കണ്ടുപിടിക്കുക. ക്രാഫ്റ്റ്, DIY ചെയ്യുന്നവർക്ക്, റെസിൻ ആർട്ട്, ഹെയർ ആക്സസറീസ്, ക്രോഷേ ഡോൾസ് അത്തരത്തിലുള്ള ഒരു ഇൻസ്റ്റാ പേജ് വഴി സെല്ല് ചെയ്ത് നല്ലൊരു ഇൻകം ഉണ്ടാക്കാം. സ്റ്റിച്ചിങ്ങിൽ ഓൺലൈനായി കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കാം. പെയിൻറ്റിങ് ഓൺലൈനിൽ വിൽക്കാം. യൂട്യൂബ് ചാനൽ, ഫോട്ടോഗ്രാഫി, മ്യൂസിക്, ഷോർട്ട് ഫിലിം മേക്ക് തുടങ്ങിയ നിങ്ങളുടെ സ്കിൽസൊക്കെ ഒന്ന് മനസ്സ് വെച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു ഇൻകം സോഴ്സാക്കി മാറ്റാം. നമ്പർ 9, ടേക്ക് എ ഓൺലൈൻ കോഴ്സ്. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആയ മേഖലകൾ, എന്നാൽ നിങ്ങൾക്ക് അതിലത്ര സ്കിൽസ് ഇല്ല, നോളജ് ഇല്ല എങ്കിൽ ഇറ്റ് ഈസ് എ ടൈം. പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. കോഡിങ്, ഡിസൈനിങ്, ഫോട്ടോഗ്രാഫി തുടങ്ങിയവയൊക്കെ. ഇതൊക്കെ പിന്നീട് നിങ്ങൾക്കൊരു നല്ല സൈഡ് ബിസിനസ് ആക്കി മാറ്റാൻ കഴിയുന്ന കാര്യങ്ങൾ കൂടിയാണ്. ഒരു വീടിൻ്റെ പ്ലാൻ 3D ആക്കി കൊടുത്താൽ ഇപ്പോൾ ചാർജ് ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് 8,000 മുതലാണ്.
സോ ഡു ഇറ്റ്. നമ്പർ 10, പ്ലാൻ യുവർ ഫ്യൂച്ചർ. നെക്സ്റ്റ് അക്കാദമിക് ഇയറിലേക്ക് വേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി പ്ലാൻ ചെയ്ത് വെക്കുക. 10th കഴിഞ്ഞവരാണെങ്കിൽ ഭാവിയിൽ ഏത് പ്രൊഫഷനാണ് ആഗ്രഹിക്കുന്നത്, അതിന് +2 ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം. +2 കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ശോഭിക്കാനും ഇഷ്ടത്തോടെ ചെയ്യാനും കഴിയുന്ന ഹൈ സാലറിഡ് ആയിട്ടുള്ള പ്രൊഫഷൻ അന്വേഷിച്ച് കണ്ടെത്തുക. അതിലേക്ക് എത്തിപ്പെടാൻ ഏത് കോളേജ്, ഏത് കോഴ്സ് എന്ന് കണ്ടെത്തി തീരുമാനിച്ചുറപ്പിക്കുക. ഇനി ഇതൊന്നും അല്ലാതെ 7th 8th 5th ഡിഗ്രി അങ്ങനെയുള്ളവർ നെക്സ്റ്റ് അക്കാദമിക് ഇയറിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, സിലബസ് എന്ത്, ബുക്സ്, ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് അറിഞ്ഞു വയ്ക്കുക. ഇത് നിങ്ങളെ ക്ലാസ്സിൽ മറ്റു കുട്ടികളെക്കാൾ മുന്നിലെത്തിക്കും. നിങ്ങൾക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട 5 കാര്യങ്ങൾ, നിങ്ങൾ വെക്കേഷനിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന 5 കാര്യങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും.